ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന 10-5-3 റൂൾസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാമോ ഈ 10-5-3 റൂൾസ് എന്താണെന്ന്? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺ. അതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെയാണ് 10-5-3 റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇക്വിറ്റിയിലോ ഡെപ്റ്റ് ഫണ്ടിലോ ഒക്കെ സേവിങ്സ് ബാങ്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഇക്വിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10% നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടണം. അതുപോലെ ഡെപ്റ്റിലാണെങ്കിൽ 5% കിട്ടണം. സേവിങ്സ് ബാങ്കിലാണെങ്കിൽ മിനിമം 3% റിട്ടേൺ കിട്ടണം. ഈ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ ഒരുവിധം ആവറേജ് റേറ്റ് ആയിരിക്കും, നല്ല പ്രോഫിറ്റബിളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം റിട്ടേൺ കിട്ടുന്ന രീതിയിലാണോ, നിങ്ങൾ ഈ 10-5-3 റൂൾ അനുസരിച്ചിട്ടാണോ ചെയ്തിരിക്കുന്നതെന്ന്. കൂടുതൽ ഫിനാൻഷ്യൽ ടിപ്സിനും മറ്റ് വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ, ബൈ.